ഏതായാലും പ്രേക്ഷകരുടെ ക്വരീസ് ഒക്കെ തന്നെ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു സമയമായിട്ടുണ്ട്. ധാരാളം പ്രേക്ഷകർ ധാരാളം സ്റ്റോക്കുകളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അതിൽ ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്ന ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ജിൻഡാൽ പോളി ഫിലിംസിനുള്ള സാറിന്റെ ഒരു വ്യൂ ആണ്. കഴിഞ്ഞ ദിവസം ഈ ഒരു സ്റ്റോക്ക് ഒരു നേട്ടത്തിൽ 1.89% ഒരു നേട്ടത്തിൽ 617 രൂപ 20 പൈസ എന്ന റേഞ്ചിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. പാറ്റേൺ നമ്മൾ നോക്കുമ്പോഴേക്കും കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട് ഇതൊരു അണ്ടർ പെർഫോമിംഗ് സ്റ്റോക്ക് ആയിട്ടാണ് കാണുന്നത്. സ്റ്റോക്ക് മാർച്ച് മാസം 2023 ഇതിന്റെ ഒരു മേജർ ബോട്ടം കാണാൻ സാധിക്കുന്നത് 480 രൂപയിൽ. അതിനുശേഷം ഇറ്റ് ഹാസ് ബീൻ കൺസോളിഡേറ്റിംഗ് ആൻഡ് ഇന്നലെ ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് സ്റ്റോക്കിൽ കാണാൻ സാധിച്ചിരുന്നു. ഒത്തിരി വോളറ്റിലിറ്റി സ്റ്റോക്കിൽ കാണാൻ സാധിച്ചിരുന്നു. ആൻഡ് നമ്മൾ ഇപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റോക്ക് ഇന്നലത്തെ ഒരു ഹയസ്റ്റ് ലെവൽ, അതായത് അറൌണ്ട് 663 രൂപയ്ക്കായിരുന്നു അതിന്റെ ഒരു ഹയസ്റ്റ് ലെവൽ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ സ്റ്റോക്കിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് വീണ്ടും ബുള്ളിഷായി മാറും. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് EPL ലിമിറ്റഡിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസം 0.13% നേട്ടത്തിൽ 192 രൂപ 95 പൈസ എന്ന റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സോ EPL സ്മോൾ ക്യാപ് സ്റ്റോക്ക്, ഇതിൽ കാര്യമായിട്ട് ലിക്വിഡിറ്റി ഒന്നും തന്നെ കാണുന്നില്ല. ആൻഡ് ഇതിൽ എനിക്കൊരു ട്രേഡിംഗ് അവസരവും ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. വേറൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് അപ്പോളോ ഹോസ്പിറ്റൽസിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസം 0.55% മുന്നേറ്റം രേഖപ്പെടുത്തിയിരുന്നു. 6,755 രൂപ എന്ന റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. വളരെ ശക്തമായിട്ടൊരു ബുള്ളിഷ് ട്രെൻഡ് ഈ സ്റ്റോക്ക് നമുക്ക് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ അറൌണ്ട് 4,750 രൂപയ്ക്ക് അടുത്തായിരുന്നു ഇതിന്റെ ഒരു ബോട്ടമിങ് ഔട്ട്. അതിനുശേഷം കാര്യമായിട്ട് ഒരു കറക്ഷൻ പോലും ഇല്ലാതെ സ്റ്റോക്ക് മുന്നേറിക്കൊണ്ട് തന്നെ ഇരിക്കുന്നു. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാം. ബട്ട് ഈ ഹൈ ലെവൽസിൽ ഒരു പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. വേറൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് IRFCയിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസം 0.42% നേട്ടത്തിൽ 154 രൂപ എന്നുള്ള റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. IRFCയുടെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് സ്റ്റോക്കിൽ ഇപ്പോഴും എനിക്കൊരു ലോ റിസ്ക് ആയിട്ട് ഒരു പുതിയ ബൈങ് അവസരം കാണാൻ സാധിക്കുന്നില്ല. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 165, 175, 180, 183 ഈ 4 ലെവൽസ് ആയിരിക്കണം നമ്മൾ റെസിസ്റ്റൻസ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത്. വേറൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് മെഡ് പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോക്കിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസത്തിൽ ഓൾമോസ്റ്റ് 2% അടുത്ത ഒരു ഇടിവിൽ 601 രൂപ 20 പൈസ എന്ന റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സോ അൺഫോർച്ചുനേറ്റ്ലി മെഡ് പ്ലസിന്റെ കേസിൽ ദ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് വളരെ ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. ലിസ്റ്റിംഗിന് ശേഷം ഈ സ്റ്റോക്കിൽ നമ്മൾ ഒരേ ഒരു തവണ നമുക്കൊരു ചെറിയ നേരിയ റിക്കവറി കാണാൻ സാധിച്ചുള്ളൂ. അതിനുശേഷം വീണ്ടും ഈ സ്റ്റോക്ക് കനത്ത സെല്ലിംഗ് ആണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. സ്റ്റോക്കിന്റെ ഒരു റെക്കോർഡ് ഓൾ ടൈം ലോ ലെവൽ 559, 560 രൂപയ്ക്ക് അടുത്ത കാണുന്നത്. ആൻഡ് എന്റെ ഒരു എക്സ്പെക്ടേഷൻ ആ ഒരു ലോവസ്റ്റ് ലെവൽ ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നത്. ഒപ്പം സന്തോഷ് പി എന്ന് പറഞ്ഞൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് അദാനി എനർജി സൊല്യൂഷൻസിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസം 0.65% ഇടിവ് ഈ ഒരു സ്റ്റോക്ക് രേഖപ്പെടുത്തിയിരുന്നു. 1038 രൂപ എന്ന റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സോ അദാനി എനർജി സൊല്യൂഷന്റെ ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് സൈഡ്വേസ് അറ്റ് ദ മൊമെന്റ്. നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു ബുള്ളിഷ് ട്രിഗർ എന്ന് പറയുന്ന 1120. എനിക്ക് തോന്നുന്നത് ഈ വരും സെഷൻസിൽ ആ ഒരു ലെവല് ബ്രേക്ക് ചെയ്യപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ 1120 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നമുക്ക് ഈ സ്റ്റോക്കിലെ ഷോർട്ട് ടേമിന് വേണ്ടി ഒരു നല്ലൊരു ബൈയിങ് അവസരം കിട്ടും. മറ്റൊരു പ്രേക്ഷകൻ ശ്രീ സിമെന്റിലുള്ള സാറിന്റെ വ്യൂ ചോദിച്ചിട്ടുണ്ട്. 1.4% ഇടിവോടുകൂടി 26,870 എന്ന റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഫോർച്ചുനേറ്റ്ലി ശ്രീ സിമെന്റിന്റെ കേസിൽ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയ കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് സപ്പോർട്ട് ലെവൽ 26,750. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നെ നമ്മൾ ഈ സ്റ്റോക്കിൽ ലോങ് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യരുത്.
മറ്റൊരു പ്രേക്ഷകൻ IREDയിലുള്ള സാറിന്റെ വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 5% ഒരു മുന്നേറ്റം ഈ ഒരു സ്റ്റോക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്കറിയാം ഒരു ലാർജ് ഡീൽ കഴിഞ്ഞ സെഷനിൽ നടന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞൊരു വീക്കിൽ ഓൾമോസ്റ്റ് ഒരു 15% ഒരു ഇടിവ് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് പ്രകടമായിരുന്നു. IREDയിലുള്ള സാറിന്റെ ഒരു വ്യൂ എന്താണ്? ഇന്ത്യൻ റിന്യൂവബിൾ എനർജി. സോ IREDA ലിസ്റ്റിങ്ങിന് ശേഷം ഒത്തിരി മുന്നേറ്റം നൽകിയ ഒരു ഷെയർ ആയിരുന്നു. ബട്ട് ഇന്നലത്തേന് തൊട്ട് മുൻപുള്ള പ്രീവിയസ് 6 സെഷൻസിൽ തുടർച്ചയായിട്ട് ലോവർ സർക്യൂട്ട് ബ്രേക്കിൽ ട്രേഡ് ചെയ്ത ഒരു സ്റ്റോക്ക് ആയിരുന്നു IREDA. സോ പ്യൂർലി സ്പെക്കുലേറ്റീവ്, പ്യൂർലി ട്രേഡിംഗ് പെർസ്പെക്റ്റീവിൽ നിന്ന് നമുക്ക് ഒരു പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട 3 റെസിസ്റ്റൻസ് ലെവൽസ് 1073, 1085, 210 രൂപ. മറ്റൊരു പ്രേക്ഷകൻ പേടിഎമ്മിലുള്ള സാറിന്റെ വ്യൂ ചോദിച്ചിട്ടുണ്ട്. പേടിഎം കണ്ടിന്യൂസ് ആയിട്ട് ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം 10% ഇടിവ് വീണ്ടും രേഖപ്പെടുത്തിയിരുന്നു. പേടിഎമ്മിലുള്ള സാറിന്റെ വ്യൂ. സോ പേടിഎമ്മിന്റെ കേസിൽ നമുക്ക് ഇപ്പോഴും ഒരു ബൈയിങ് നമുക്ക് ലെവലും ഒരു ബൈയിങ് ട്രിഗറും കാണാൻ സാധിക്കുന്നില്ല. പേടിഎമ്മിന്റെ കേസിൽ ഞാൻ ഇനി സെറ്റ് ചെയ്തിരിക്കുന്ന ആദ്യത്തെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് 240 രൂപയില. സോ എന്റെ ഒരു എക്സ്പെക്ടേഷൻ അറ്റ്ലീസ്റ്റ് ആ ഒരു ലെവലിലോട്ട് വരും. അതിനുശേഷം മാത്രമേ നമുക്ക് മുന്നോട്ട് എത്രത്തോളം റിക്കവറി പേടിഎമ്മിന്റെ കേസിൽ നടക്കൂ എന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. സെബിൻ എന്നൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസം 3% മുന്നേറ്റത്തിൽ 182 രൂപ എന്ന റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സോ ഭാരത് എർത്ത് മൂവേഴ്സ്, BEML, BHEL ഈ സ്റ്റോക്സ് ഒക്കെ നമുക്ക് ഒത്തിരി നേട്ടം നൽകിയ 3 PSU സ്റ്റോക്സ് ആയിരുന്നു. ബട്ട് അതിനുശേഷം കഴിഞ്ഞൊരു 5-8 സെഷൻസിൽ നമുക്ക് നല്ല കറക്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്നലെ മെഞ്ഞാന്നു ഈ സ്റ്റോക്കിൽ വീണ്ടും നമുക്കൊരു റിക്കവറി ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചു. ബട്ട് എങ്കിലും എനിക്കിതൊരു ലോ റിസ്ക് ബൈയിങ് അവസരം ഈ സ്റ്റോക്സിൽ ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ഈ സ്റ്റോക്കിന്റെ ഒരു ഓൾ ടൈം ഹൈ ലെവൽ അറൌണ്ട് 193 രൂപയ്ക്കാണ് കാണുന്നത്. ആ ഒരു ലെവൽ എത്തുമ്പോഴേക്കും നമ്മൾ വളരെ കെയർഫുൾ ആയിട്ടിരിക്കണം. ഒപ്പം വേറൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ഗ്ലെൻമാർക്കിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസം നമ്പേഴ്സ് ഒക്കെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 4% ഇടിവിൽ 796 രൂപ എന്ന റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഫോർച്ചുനേറ്റ്ലി ഗ്ലെൻമാർക്ക് കേസിലും ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് ബെയറിഷ്. സ്റ്റോക്കിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു സപ്പോർട്ട് ലെവൽ എനിക്ക് കാണാൻ സാധിക്കുന്ന 760 രൂപയില. 760ന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് ഈ സ്റ്റോക്കിൽ ലോങ് പൊസിഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യരുത്. അറ്റ് ദ മൊമെന്റ് ഒരു ബൈയിങ് ട്രിഗറും നമുക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. ഒപ്പം വേറൊരു പ്രേക്ഷകൻ TV18 ബ്രോഡ്കാസ്റ്റുള്ള സാറിന്റെ വ്യൂ ചോദിച്ചിട്ടുണ്ട്. 0.52% ഒരു നേട്ടത്തിൽ 58 രൂപ റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. മീഡിയ സ്റ്റോക്സ് നോക്കുമ്പോഴേക്കും അതിന്റെ ഒരു ഫൈനാൻഷ്യൽസിലൊക്കെ നമുക്കൊരു വ്യൂ എടുക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ആൻഡ് നമ്മൾ ഈ ഇത്തരം സ്റ്റോക്സിലൊക്കെ ഒത്തിരി സ്പെക്കുലേറ്റീവ് ബൈയിങ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. TV18ന്റെ സ്പെസിഫിക് കേസ് എടുക്കുമ്പോഴേക്കും ഡിസംബർ മാസത്തിൽ അറൌണ്ട് 48 രൂപയ്ക്ക് അടുത്തായിരുന്നു ഇതിന്റെ ഒരു ബോട്ടമിങ് ഔട്ട്. അതിനുശേഷം ജനുവരി മാസം ആകുമ്പോഴേക്കും ഈ സ്റ്റോക്കിൽ ഓൾമോസ്റ്റ് ഒരു 67 രൂപ വരെ നമുക്ക് നേട്ടം കാണാൻ സാധിച്ചിരുന്നു. ആൻഡ് ഇന്നലെ മെഞ്ഞാന്നുമായിട്ട് ഈ സ്റ്റോക്കിന് 55 രൂപയിൽ ഒരു സപ്പോർട്ട് ബേസ് ഫോം ചെയ്തു വരുന്നുണ്ട്. അറ്റ് ദ മൊമെന്റ് എനിക്കൊരു ലോ റിസ്കിൽ ഒരു ബൈയിങ് അവസരം ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 65 അതിനെ തുടർന്ന് 67 രൂപയും റെസിസ്റ്റൻസ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കുക. മേജർ സപ്പോർട്ട് 55 രൂപയിലും വാച്ച് ചെയ്യുക. പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ടെങ്കിൽ പോലും SJVയിലുള്ള സാറിന്റെ ഒരു വ്യൂ എന്താണ്? കഴിഞ്ഞ ദിവസം 12% നേട്ടം രേഖപ്പെടുത്തിയിരുന്നു. 121 രൂപ റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സോ SJVന്റെ കേസിൽ അഗെയിൻ ഒത്തിരി നേട്ടം കഴിഞ്ഞ 3-4 മാസത്തിനിടെ നമുക്ക് നൽകിയതിനു ശേഷം കഴിഞ്ഞ ഒരു 5-6 സെഷൻസിൽ ഹെവി പ്രോഫിറ്റ് ടേക്കിംഗ് ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് അല്പം ബെയറിഷ്നെസ് ആണ് കാഴ്ചവെക്കുന്നത്. സോ നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 140, 150 ഈ ഒരു റേഞ്ച് എത്തുമ്പോഴേക്കും വി ഹാവ് ഗോട്ട് ടു ബി വെരി കെയർഫുൾ. ബിക്കോസ് ആ റേഞ്ച് എത്തുമ്പോഴേക്കും ഐ എം എക്സ്പെക്ടിങ് എ ലോട്ട് ഓഫ് പ്രോഫിറ്റ് ടേക്കിംഗ്.
ഒപ്പം തന്നെ മണപ്പുറം ഫിനാൻസിന്റെ കൂടി ഒരു വ്യൂ നമുക്ക് ഒന്ന് പ്രേക്ഷകരുമായിട്ടൊന്ന് പങ്കുവെക്കാമോ? കഴിഞ്ഞ ദിവസം 3% നേട്ടം രേഖപ്പെടുത്തിയിരുന്നു. സോ മണപ്പുറം ഫിനാൻസിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് അറ്റ് ദ മൊമെന്റ് ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. സ്റ്റോക്കിന് 168 രൂപയിൽ നല്ലൊരു സപ്പോർട്ട് ബേസ് ഫോം ചെയ്തു വരുന്നുണ്ട്. സ്റ്റോക്കിൽ ഒരു ശക്തമായിട്ട് വീണ്ടും ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് നമുക്ക് കാണണമെങ്കിൽ സ്റ്റോക്ക് 193 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം.